ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ അല്ലുവിന് പൾസ് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ കളപ്പാറ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. വൈകുന്നേരമാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ നല്ല വെയിലല്ലേ എന്ന് വിചാരിച്ചിട്ട് പോവാതെ അങ്ങനെ മടിച്ചു നിന്നു. അപ്പോൾ നോക്കുമ്പോൾ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അല്ലു ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുൻപൊന്നും പോളിയോ മരുന്ന് കുടിച്ചത് ആൾക്ക് ഓർമ്മയില്ലല്ലോ. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, വായ കാണിച്ചു കൊടുക്കണം, അപ്പോൾ ഇങ്ങനെ മരുന്ന് വെറ്റിച്ച് തരും, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു തുള്ളി അങ്ങോട്ട് വായിലേക്ക് വീണപ്പോൾ തന്നെ ആൾക്കതെന്തോ ചവർപ്പ് പോലെ തോന്നിയിട്ട് പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ സോപ്പിട്ട് നല്ല മരുന്നാണ്, നല്ല മധുരമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഏതായാലും ആ 2 തുള്ളി ആൾ കുടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മരുന്ന് കുടിച്ചതിൻ്റെ അടയാളത്തിനായിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മഷി തേക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അല്ലുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, അങ്ങനെ മഷി തേക്കുന്നതൊക്കെ. അതിനൊക്കെ നല്ല കുട്ടിയായിട്ട് കൈയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാളാത്ത അല്ലുവിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളുടെ അംഗനവാടിക്ക് വരാനുള്ള കുട്ടിയാണിത്, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗനവാടിക്ക് വരണം കേട്ടോ. അതായത് ഇപ്പോൾ അല്ലുവിന് 2.5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 വയസ്സൊക്കെ ആയിട്ട് അംഗനവാടിക്ക് വരണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അല്ലു നല്ല കുട്ടിയായിട്ട് തലയൊക്കെ ഇങ്ങനെ കുലുക്കി കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് സമയം അവിടെയുള്ള ടോയ്സിലൊക്കെ ഒന്ന് കളിച്ച് റെസ്റ്റ് എടുത്തിട്ടൊക്കെ തിരിച്ച് പോരാന്നായിരുന്നു ഞങ്ങളെ പ്ലാന്. പക്ഷേ പ്ലാനെല്ലാം പൊളിച്ചുകൊണ്ട് മഴ ഇങ്ങനെ ചെറുതായിട്ട് തുള്ളിയിടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ നിൽക്കാതെ പെട്ടെന്ന് പോന്നു. കാരണം നല്ല മഴയായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആകെ ഒരു കുട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ മക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു കേട്ടോ.